വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലമ്പൂരിൽ ഇന്ന് ഓറഞ്ച് അലർട്ടായിരുന്നു. മഴ തകർത്തു പെയ്ത ദിവസമാണ്. അല്പം മുൻപാണ് മഴ നേരിയ തോതിലെങ്കിലും ഒന്ന് കുറഞ്ഞത്. പക്ഷേ ആ മഴ ഒരു തരത്തിലും ഇന്ന് പ്രചരണത്തെ ബാധിച്ചതേ ഇല്ല എന്ന് പറയാം. ആവേശത്തിലായിരുന്നു പ്രചരണം. മുഖ്യമന്ത്രിയും 10 മന്ത്രിമാരും LDFന് വേണ്ടി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തുമ്പോൾ UDFന്റെ വലിയ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു സംഘം തന്നെ ദിവസങ്ങളായി ക്യാമ്പ് ചെയ്ത് UDF പ്രചാരണവും ഇന്ന് ഉച്ചസ്ഥായിലാണ് പോയത്. മഴ വലിയ രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കി, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിലും അത് പ്രചരണത്തെ യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് പറയാം. ഇപ്പോഴും പ്രചരണ വാഹനങ്ങളുടെ ശബ്ദം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ കഴിയും. അങ്ങനെ നിലമ്പൂരിൽ പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് രാവിലെ ഒരു പെട്ടി വിവാദം പാലക്കാടിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് നിലമ്പൂരിലും ഉണ്ടായി എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. പെട്ടി വിവാദം എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ പെട്ടിയല്ല, മറ്റു തരത്തിലൊരു പെട്ടി. അത് തെരഞ്ഞെടുപ്പ് പരിശോധനയുമായി ബന്ധപ്പെട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ പെട്ടി പരിശോധിച്ചു എന്നതായിരുന്നു ആദ്യം വന്ന വാർത്ത. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നു. അപ്പോൾ അതായിരുന്നു ഇന്ന് നിലമ്പൂർ ഇന്നത്തെ പകൽ മുഴുവൻ ചർച്ച ചെയ്ത വിഷയം. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ആ വിഷയം ചെറുതായി മങ്ങുന്നത് നമ്മൾ കണ്ടു. പതിവ് പോലെ ജമാഅത്തെ ഇസ്ലാമി എന്ന വിഷയമുയർത്തി മുഖ്യമന്ത്രി ആഞ്ഞടിക്കുന്നു. അതിന് VD സതീശന്റെ മറുപടി. ആ നിലയിലൊക്കെയായിരുന്നു കാര്യങ്ങൾ. പെട്ടി വിവാദം വൈകുന്നേരമായപ്പോഴത്തേക്ക് ഒരു പരിധിവരെ രണ്ട് മുന്നണികളും എന്ന് തന്നെ പറയാം, അവർ അതിൽ നിന്ന് പിൻവലിയുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ ഇന്ന് നിലമ്പൂരിൽ കണ്ടു. അപ്പോൾ ഇന്നത്തെ ദിവസം പകൽ മുഴുവൻ ചർച്ച ചെയ്തത് പെട്ടി വിവാദമായതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ ഇന്നത്തെ നിലമ്പൂർ അംഗം തുടങ്ങാം. അപ്പോൾ ആദ്യം പുറത്തു വരുന്നത് ഒരു ദൃശ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം ഷാഫി പറമ്പിലും സഞ്ചരിച്ച വാഹനം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി അവരെ അപമാനിച്ചു എന്ന നിലയിലാണ് ആദ്യം വീഡിയോ വന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം തിരിച്ചെത്താം. MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോനെ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചിട്ടില്ല, ഇതേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. MPമാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ടിരിക്കില്ല. MPമാരുടെ വണ്ടി ചെയ്തോട്ടെ, UDFന്റെ മാത്രം. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പറ്റില്ല. പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ട രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണി എടുക്കണമെങ്കിൽ CPMന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളെ സൂചിപ്പിക്കാൻ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം. വല്ല പൈസയോ കള്ളപ്പണോ നീലപ്പെട്ടിയോ അല്ല അതല്ല, എന്തെങ്കിലും പൈസ കിട്ടിയോ ചോദിക്കുക. നീലപ്പണോ പൈസയോ പെട്ടി എന്തെങ്കിലും കിട്ടിയോ? ഇല്ല അല്ലേ, നീലപ്പെട്ടിയൊന്നും കിട്ടിയില്ലല്ലോ. നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ചോദിക്കുക. വല്ല പൈസയോ കള്ളപ്പണോ നീലപ്പെട്ടിയോ അല്ല അതല്ല, എന്തെങ്കിലും പൈസ കിട്ടിയോ ചോദിക്കുക. നീലപ്പണോ പൈസയോ പെട്ടി എന്തെങ്കിലും കിട്ടിയോ? ഇല്ല അല്ലേ, നീലപ്പെട്ടിയൊന്നും കിട്ടിയില്ലല്ലോ. നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ചോദിക്കുക. വല്ല പൈസയോ കള്ളപ്പണോ നീലപ്പെട്ടിയോ അല്ല അതല്ല, എന്തെങ്കിലും പൈസ കിട്ടിയോ ചോദിക്കുക. നീലപ്പണോ പൈസയോ പെട്ടി എന്തെങ്കിലും കിട്ടിയോ? ഇല്ല അല്ലേ, നീലപ്പെട്ടിയൊന്നും കിട്ടിയില്ലല്ലോ. നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ചോദിക്കുക. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആദ്യ ഭാഗം, രണ്ട് ഭാഗമായിട്ട് നമ്മൾ ഈ ദൃശ്യങ്ങളെ നോക്കിയാൽ ആദ്യ ഭാഗം കാണുമ്പോൾ അയ്യോ MLAയോടും MPമാരോടും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അല്പം മോശമായി പെരുമാറിയോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ രണ്ടാം ഭാഗം കണ്ടാൽ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് ജനപ്രതിനിധികൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്ന സംശയവും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് തോന്നും. അതുകൊണ്ട് തന്നെയാണ് ആരും ഇതിനെ ഏറ്റെടുക്കാത്തതും ഉൾക്കൊള്ളാത്തതും എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും. അപ്പോൾ കഥ പൂർണ്ണമാകുമ്പോഴേ അത് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ആദ്യ ഭാഗം പറയുന്നത്, അല്ലെങ്കിൽ ആദ്യ ഭാഗത്തിൽ ഇവർ അപമര്യാദ അല്ലെങ്കിൽ MLA MP എന്ന ഒരു പരിഗണന കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പരിശോധനയ്ക്കിടയിൽ അപമാനിച്ചു, മുഖത്ത് ടോർച്ചടിച്ചു എന്നൊക്കെ ഷാഫി പറമ്പിലും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചർച്ചയാകുന്നത് ഒരു ജനപ്രതിനിധി ഇങ്ങനെയാണോ, അവർക്ക് പ്രത്യേക അവകാശങ്ങളൊന്നുമില്ല, അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു പരിശോധനയിൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന ചോദ്യം. പാരിതോഷികം നൽകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. ആ രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്തു, വിവാദങ്ങളായി, വിമർശനങ്ങളായപ്പോൾ ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും മാധ്യമങ്ങളെ കണ്ടതും കാര്യങ്ങൾ വിശദീകരിച്ചത്. കൈ കാണിച്ചപ്പോ ഞാൻ വണ്ടി ഒതുക്കി.
വണ്ടി ഒതുക്കിയിട്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. ഞങ്ങൾ ബോർഡൊക്കെ വെച്ചിട്ടുള്ള വണ്ടി. അപ്പം വാഹന പരിശോധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ, അതിൻ്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു ഡിക്കി തുറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു. അത് തുറന്നു കൊടുത്തിട്ട് എന്നോട് പറയാം പെട്ടി എടുക്കുമെന്ന് പറഞ്ഞു. പെട്ടി തുറക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ ആ ഡിക്കിയിലുള്ള എല്ലാ വാഹനത്തിലുള്ള എല്ലാ പെട്ടി എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ എന്നിട്ട് പറഞ്ഞു പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് പറയാം കുഴപ്പമില്ല പോട്ടെ ഞാൻ ചോദിച്ചാൽ അത് ശരിയല്ലല്ലോ. പിന്നെ അല്ല ഞങ്ങൾ നോക്കി ഞാൻ നിങ്ങൾ പുറത്ത് നോക്കിയാൽ കാണൂ. അത് ശരിയല്ല. നിങ്ങൾ പരിശോധിക്കണം. പരിശോധിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയെന്ന് ഞങ്ങളോട് പറയണം. അങ്ങനെ പെട്ടി പുറത്തുനിന്ന് കണ്ടാൽ പോരല്ലോ, പെട്ടീൻ്റെ അകത്തെന്താണെന്ന് അവർ കാണണമല്ലോ. അപ്പോൾ അത് പറയുമ്പോൾ അല്ല പോട്ടെ, അത് ഞങ്ങൾ പോട്ടെ അവിടെ സാരല്ല പോട്ടെ. ഞങ്ങൾ സാരമുണ്ട്. ഞങ്ങളെ കൊണ്ട് വണ്ടി നിർത്തിച്ചു, കുഴപ്പമില്ല, ഞങ്ങൾ നിർത്തി. ഡിക്കി തുറക്കാൻ പറഞ്ഞു, തുറന്നു. പെട്ടി പരിശോധിക്കണം എന്ന് പറഞ്ഞു. പെട്ടിയെടുത്ത് പുറത്ത് വെച്ചു. പുറത്ത് വെച്ച പെട്ടി പുറത്തുനിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല പോട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ഇൻറ്റൻഷൻ പരിശോധനയാണെന്ന് തോന്നിയില്ല. പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടേ? ഇപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുന്നിൽ വാഹനങ്ങളുണ്ട്, ഞങ്ങളുടെ പിന്നിൽ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഒരു വാഹനം നിർത്തുന്നു, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത്. ഞങ്ങൾ വണ്ടി നിർത്തുന്നു, MP-യുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു. ഓക്കെ ആയിക്കോട്ടെ. എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ ഒരു വാക്കുപോലുമില്ല, ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. MP-യോട് ഡിക്കി തുറക്കാൻ പറയുന്നു, ഡിക്കി തുറക്കുന്നു. പെട്ടിയെടുത്ത് വെളി വെക്കാൻ പറയുന്നു, പെട്ടിയെടുത്ത് വെളി വെക്കുന്നു. അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു പെട്ടിയെടുത്ത് പുറത്ത് വെച്ചാൽ അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വണ്ടി റാൻഡം ചെക്കിംഗ് ആയിക്കോട്ടെ, അവർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലായിക്കോട്ടെ, രണ്ടായാലും ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടിയെടുത്ത് അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് എങ്ങനെയത് ബോധ്യമാവുക? അതപ്പോൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. കാരണം അവിടെ കുറേ ആളുകളുണ്ട്. കുറേ ആളുകളുടെ മുന്നിൽ അതൊന്ന് ഇൻസൾട്ട് ചെയ്യുക, ഒന്ന് ഷെയ്ഡി ആയിട്ട് നിർത്താൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ഇൻസൾട്ട് തന്നെയാണ്. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഞങ്ങൾ തരാം. നിരന്തരമായി ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ പെട്ടി തുറന്നു നോക്കൂ. അപ്പോൾ പറഞ്ഞ് ഞങ്ങളത് ബോധ്യപ്പെട്ടു. നമ്മൾ പറഞ്ഞ് അതെങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്? ഞാൻ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എക്സ്റേ ലെൻസ് വല്ലതുമാണ് കണ്ണിലുള്ളത്? കാരണം ഈ അടഞ്ഞിരിക്കുന്ന പെട്ടിക്കകത്തൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ എന്തെങ്കിലും എക്സ്റേ ലെൻസ് ഉണ്ടോ? ആ വിഷ്വൽസ് ഒക്കെ തരാം. ഒരു വിഷ്വൽ മാത്രമല്ല ഉള്ളത്. അപ്പോൾ ആ വിഷ്വൽസും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അത് വളരെ ഇൻസൾട്ടിങ് ആയിരുന്നു. അത് പിന്നെ അങ്ങേയറ്റം ബയാസ്ഡ് ആണ്. അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന് വലിയ രീതിയിൽ ചർച്ചയായി കഴിഞ്ഞിട്ടും എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനും ഷാഫി പറമ്പിലിനും ഏതാണ്ട് 3 മണിക്കൂർ കഴിയേണ്ടി വന്നു. ആ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഈ കേട്ടതൊക്കെ. അപ്പോൾ എത്ര മെഴുകിയിട്ടും അതങ്ങോട്ട് ശരിയാകാത്ത ഒരു നിലയായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ മാധ്യമങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. എല്ലാത്തിനും വളരെ ചുറുചുറുക്കോടെ ഉത്തരം പറയുന്ന യുവ MP-യും MLA-യും പക്ഷേ ചോദ്യങ്ങൾക്ക് മുന്നിൽ അല്പം ഒന്ന് പരിങ്ങി അത് അവസാനിപ്പിച്ച് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ജനപ്രതിനിധികൾ ഇങ്ങനെയാണോ ഇതിനോട് പെരുമാറേണ്ടത്? പരിശോധനയുടെ ലക്ഷ്യത്തെയാണ് ചോദ്യം ചെയ്തത് എന്ന് പറയുമ്പോൾ പോലും എങ്ങനെ പരിശോധന വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. മാത്രവുമല്ല വലിയ ഭീഷണി സന്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകുകയുമാണ്. അതൊരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നത് UDF ക്യാമ്പ് കൂടി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ അറിയേണ്ടത്. കാരണം ഈ വിഷയത്തെ പ്രതിരോധിച്ച് അല്ലെങ്കിൽ ഇതിനെ ന്യായീകരിച്ചോ ഒന്നും വലിയ രീതിയിൽ കോൺഗ്രസിൽ നിന്ന് ആളുകൾ വന്ന് നമ്മൾ കണ്ടില്ല. പരസ്യമായി അതിനെ അനുകൂലിച്ച് ഇരുവർക്കും പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് സണ്ണി ജോസഫാണ്, KPCC അധ്യക്ഷൻ. എല്ലാ വിഷയങ്ങളിലും അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരൻ പോലെ മക്കളെ പോലെയൊക്കെ കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്ന VD സതീശൻ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും ഈ സമയം വരെ നടത്തിയിട്ടില്ല എന്നത് വേണം നമ്മൾ കാണാൻ. പരസ്യമായി ഇന്ന് പ്രതികരണത്തിന് VD സതീശൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളെ കണ്ടിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ സംസാരിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത വിഷയമാണ് ഇത് എന്നത് UDF കൂടി ഉൾക്കൊള്ളുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ KPCC അധ്യക്ഷൻ മാത്രമാണ് മുഖം രക്ഷിക്കാനായി ME-യെയും MLA-യും ന്യായീകരിച്ച് രംഗത്ത് വന്നത്. 2 ജനപ്രതിനിധികൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കേരളത്തിൽ അറിയപ്പെടുന്ന ജനപ്രതിനിധികളാണ്. അവരുടെ വാഹനമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് കൈനീട്ടി നിർത്തുകയും അവരെ പരിശോധന സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? ഒരു പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ വാഹനം അങ്ങനെ കയറി ഡോറ് തുറന്ന് ഡിക്ക് തുറന്ന് ബാഗ് തുറന്ന് പരിശോധിക്കലുണ്ടോ? പാലക്കാട്ട് പയറ്റിയ പെട്ടി പരിശോധന, വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള റൂം പരിശോധന, വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ടുള്ള പരിശോധന, ആ പരിശോധനയുടെ മറ്റൊരു രൂപമാണ് അല്ലെങ്കിൽ തനിയാവർത്തനമാണ് നിലമ്പൂരിൽ കണ്ടത്. ഞങ്ങൾക്കൊന്നും മറച്ചുവെക്കാനില്ല. സർക്കാരിന്റെ പോലീസിന്റെ നിലപാടെന്താണ്? പക്ഷപാതപരമാണ്. ആ ജനപ്രതിനിധികളെ ഷാഫി പറമ്പിൽ MP-യെ പോലുള്ള ഒരു ജനപ്രതിനിധിയാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ മുഖത്ത് ലൈറ്റടിച്ചു, പെട്ടി തുറക്കാൻ ആജ്ഞാപിച്ചു.
ഈ വിഷയത്തിൽ അതിശക്തമായ രൂക്ഷമായ വിമർശനമാണ് ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനം നടത്തിയത് എം വി ഗോവിന്ദനാണ്. രാജാക്കന്മാരാണെന്നാണോ ഇവരുടെയൊക്കെ തോന്നൽ എന്ന് പറഞ്ഞു. മാത്രവുമല്ല, ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത് പോലെയുള്ള ഇത്തരം പരാമർശങ്ങളൊക്കെ താന്തോന്നിത്തരമാണ് എന്നുകൂടിയാണ് എം വി ഗോവിന്ദൻ ഇതിനോട് പ്രതികരിച്ചത്. അവരെ മാത്രം അവമാനിക്കാനും മറ്റുള്ളവരെല്ലാം പരിശോധിക്കുമ്പോൾ അവരെ സ്നേഹിക്കാനോ അതൊരു പുതിയ സംഭവമല്ല. നിങ്ങൾക്ക് അതായത് ഇവർക്ക് വേറെ ഒരു പൊളിറ്റിക്സും പറയാനില്ല, ഒരു രാഷ്ട്രീയവും പറയാനില്ല. നിരായു സ്വീകരിക്കപ്പെട്ട UDF-നെയാണ് ഇവിടെ കാണുന്നത്. ഭീഷണിപ്പെടുത്തുന്നത് ആരെയാണ് ഭീഷണിപ്പെടുത്താൻ പാടില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഇതിന് മാത്രം പരാതി, LDF-ന് ഒരു പരാതി, UDF-ന് പരാതി, അങ്ങനെ പറയുന്ന വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും അതായത് ഉദ്യോഗസ്ഥന്മാർ അവരെ പണിയിൽ നടത്തുന്നത്, അവർ പണി നടത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാ? താൻ തോന്നിയിട്ട് വിളിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. പരിശോധനയുടെ ഭാഗമായിട്ട് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിലെന്താ ഇപ്പൊ അത്ഭുതമുള്ളത്? പിന്നെ പക്ഷെ ഞങ്ങൾ രാജാക്കന്മാരാന്നാ? ഞങ്ങളെല്ലാം വാഹനങ്ങൾ പരിശോധിക്കുന്നതിൽ യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. ആർക്കും പരിശോധിക്കുന്നതിന് കുഴപ്പമില്ല. എനിക്കൊപ്പം വി അരുണും CV അനുമോദും കൂടി ചേരുകയാണ്. ആദ്യം അരുണിലേക്ക് പോയാൽ, അരുൺ, പാലക്കാട്ടേതുപോലെ ഇനിയുള്ള ദിവസങ്ങൾ ഈ പെട്ടിക്ക് പുറകെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഈ സംഭവത്തിന് പുറകെ ആയിരിക്കുമോ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് തോന്നിപ്പോയി. പക്ഷേ ഓലപ്പടക്കം പോലെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം അവസാനിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ വിഷയം അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ അത് ന്യായീകരിക്കാൻ പറ്റാത്തതാണ് എന്ന ഒരു ബോധത്തിലേക്ക് UDF കൂടി എത്തിയതാണോ? പെട്ടെന്ന് തന്നെ ഈ വിഷയം അങ്ങ് കലങ്ങി മറിഞ്ഞ് ഇല്ലാതാകാനുള്ള കാരണം? മാത്രവുമല്ല, BD സതീശന്റെ മൗനത്തെ നമ്മൾ എങ്ങനെ കാണണം? ഇടതുപക്ഷവും വലിയ ആവേശം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നില്ല എന്ന ഒരു വസ്തുത കൂടിയുണ്ടോ? രേണുക, ഈ പെട്ടി അല്ലെങ്കിൽ ഈ പരിശോധന വിവാദത്തിൽ UDF പ്രത്യേകിച്ചും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഏറ്റവും വലിയ പരാതിയെ പറഞ്ഞത് ഡിക്കിയിൽ നിന്ന് പെട്ടിയെടുത്ത് പുറത്തുവെക്കാൻ പറഞ്ഞു. പുറത്തുവെച്ച ശേഷം അത് തുറന്ന് പരിശോധിക്കാതെ തിരികെ അകത്തേക്ക് വെച്ചു. ഡിക്കി പെട്ടിയെടുത്തെങ്കിൽ എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഏതായാലും ആ പെട്ടി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തിരിച്ചു വെച്ചതുപോലെ തന്നെ കോൺഗ്രസും UDF-ഉം ആ പെട്ടി തുറക്കാതെ തന്നെ ആ വിവാദം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാരണം അത് ഗുണം ചെയ്യില്ല, തിരിച്ചറിവുണ്ടായി. അതിന് കാരണം നേരത്തെ രേണുക റിപ്പോർട്ട് ചെയ്ത പോലെ ഈ പെട്ടി അല്ലെങ്കിൽ ഈ പരിശോധന വിവാദത്തിന്റെ രണ്ടാം ഭാഗമാണ് ഈ കോൺഗ്രസിനെ തിരിച്ചു കൊത്തുന്നത്, കോൺഗ്രസിനെ തിരിച്ചടിക്കുന്നത്. അത് രാഹുൽ മാങ്കൂട്ടം MLA-യുടെ, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഇടപെടലും അദ്ദേഹത്തിൻ്റെ ഒരു വേണമെങ്കിൽ ഷോ എന്ന് തന്നെ പറയാവുന്ന ഒരു ഇടപെടലാണ് ആ രീതിയിൽ കോൺഗ്രസിനെ തിരിഞ്ഞു കൊത്തിയത്. ഒരു ഉദ്യോഗസ്ഥനെ നിന്റെ സർവീസ് ഞാൻ കാണിച്ചു തരാം, നിനക്ക് ഞാൻ അതിൻ്റെ സർവീസിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായ ഒരു ഭീഷണിപ്പെടുത്തൽ തന്നെയാണ്. വളരെ മോശമായി രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഇടപെടുമ്പോൾ അത് പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിൻ്റെ ഭാഗമായി ഉണ്ടായതൊക്കെ പിന്നീട് ന്യായീകരിക്കാൻ ചില നേതാക്കൾ വന്നു. കുട്ടികളെയല്ലേ എന്ന് പറഞ്ഞ് എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന VD സതീശൻ എന്നതിൽ മിണ്ടിയിട്ടില്ലെങ്കിൽ പോലും ആ കുട്ടികൾ എന്ന പ്രയോഗം പ്രയോഗിച്ചത് CPM നേതാവ് A വിജയരാഘവനാണ്. പരിഹസിച്ചുകൊണ്ട് കുട്ടികളല്ലേ, അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിവാദത്തിൽ അധികം പിടിക്കാൻ തങ്ങളില്ലെന്ന് CPM വ്യക്തമാക്കുന്നു. ഏതായാലും പാലക്കാട്ടെ നീലപ്പെട്ടി പോലെയോ അല്ലെങ്കിൽ ആ വിവാദം പോലെയോ ഒന്നും ഇത് ആളിക്കത്താനിടയില്ല. ഇത് എല്ലാവർക്കുമുള്ള ഒരു പരിശോധനയാണ്. അതിൽ ഒരു CPM നേതാവ് PK ബിജു 4 തവണ അദ്ദേഹത്തെ പരിശോധിച്ചു എന്നാണ്. KN ബാലഗോപാൽ തനിക്ക് അത്ര അനുഭവം ഉണ്ടായെന്ന് പറയുന്നു. K രാധാകൃഷ്ണൻ മുതിർന്ന കേരളത്തിലെ നേതാക്കളിൽ ഒരാളാണ്, MP ആണ്, മുൻ മന്ത്രിയാണ്, അദ്ദേഹത്തെ പരിശോധിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പല നേതാക്കൾക്കും മന്ത്രി V അബ്ദുറഹ്മാന്റെ വാഹനം തടഞ്ഞു നിർത്തി ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു പിടി നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള അനുഭവമുണ്ട്. മാധ്യമപ്രവർത്തകരെ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിവാദമായി മുന്നോട്ട് പോകുന്ന ഗുണം ചെയ്യില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നു. ഈ വിവാദം തന്നെ കാര്യം തന്നെ പുറത്തു വരാൻ അവർ ആഗ്രഹിച്ചിരുന്നു എന്ന കാര്യവും വ്യക്തമല്ല. കാരണം കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വീഡിയോ പുറത്തു വന്നത് അവരുടെ ഭാഗത്ത് നിന്നല്ല. സാധാരണ ഇത്ര പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരത് പുറത്തു വിടേണ്ടത്, പക്ഷെ അവരല്ല ഇത് പുറത്തു വിട്ടത്. മറ്റേതോ മാർഗത്തിലൂടെ പുറത്തു വന്ന വീഡിയോ ആണെന്ന് കോൺഗ്രസും അവകാശപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അതുമായി മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല. CPM-ഉം അതിൽ കാര്യമായി പിടിക്കുന്നില്ല. കാരണം അത് ഇനിയുള്ള ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഏറ്റവും നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് കളത്തിൽ പുതിയ വിഷയങ്ങൾ വരുന്നതിന് പകരം ഉള്ള വിഷയങ്ങൾ ഇപ്പോൾ CPM പറയാൻ ആഗ്രഹിക്കുന്ന ജമാഅത്തെ വിഷയമൊക്കെയാണ്. സർക്കാരിൻ്റെ നേട്ടമാണ്, വികസനമാണ്, ഭരണമാണ്. ആ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു വിഷയം കൊണ്ടുവന്നാൽ അത് കാര്യമായ ഗുണം ചെയ്യില്ല. ഒരുപക്ഷെ ഇവിടത്തെ പെട്ടി തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത് ചർച്ചയായി വന്നാൽ പാലക്കാട്ടെ പൂട്ടിയ ആ നീലപ്പെട്ടി വീണ്ടും തുറക്കേണ്ടി വരും എന്നൊരു ആശങ്ക കൂടി CPM-നും ഇടതുമുന്നണിക്കും കാണാം. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ അവർ അതിൽ പിടിക്കാൻ തയ്യാറാകാത്തത്. കോൺഗ്രസിനും
ഇവിടെ രണ്ടാം ഭാഗത്തുണ്ടായ ഈ പരിശോധന രണ്ടാം ഭാഗത്തുണ്ടായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇടപെടലൊക്കെ തിരിച്ചടിക്കുമെന്ന ആശങ്കയാണ്. അതുകൊണ്ട് തന്നെ ഈ പെട്ടി അധികം നേരം തുറന്നിരുന്നില്ല ഈ നിലമ്പൂരിൽ. അത് വളരെ വേഗത്തിൽ ആ പെട്ടി അടച്ചിരിക്കുന്നു. വിവാദവും അതുപോലെ അടഞ്ഞു പോകാൻ തന്നെയാണ് സാധ്യത. രേണുക, തീർച്ചയായും വളരെ വേഗത്തിൽ അത് ഒരുപക്ഷെ ഈ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ നീലപ്പെട്ടി വിവാദത്തിലേക്ക് ഈ ചർച്ചകൾ വലിച്ചിഴക്കേണ്ട, അങ്ങനെ ഒരു ബന്ധപ്പെടുത്തൽ ഈ വിഷയത്തിൽ വേണ്ട എന്ന ഒരു തീരുമാനത്തിന്റെ കൂടി ഭാഗമാകും. നമുക്കിതിൽ അനുമോദിന്റെ കൂടി ഒരു പ്രതികരണം നമുക്ക് തേടാം. അനുമോദ് ഈ പല ബൈറ്റുകളും പലരുടെയും പ്രതികരണങ്ങളൊക്കെ എടുത്തു. അനുമോദ്, ഈ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ഇതാ എന്നെയും തടഞ്ഞു നിർത്തി, ഈ രണ്ട് നേതാക്കന്മാരും വല്ല സീരിയലിലെങ്ങാനും അഭിനയിക്കാൻ പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് AP അബ്ദുള്ളക്കുട്ടി വരെ MLA-യെയും MP-യെയും ട്രോളി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ TP രാമകൃഷ്ണനെ ഞാൻ കാണുമ്പോൾ TP രാമകൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാഹനവും പരിശോധിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ചർച്ചയാക്കേണ്ടുന്ന പോലും വിഷയമല്ല. ഇവരുടെ അല്പത്തരം കൊണ്ട് ഇതൊക്കെ ചർച്ചയാക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് പലരും ഇതിൽ അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ ഒരു നോൺ ഇഷ്യൂ എന്ന നിലയിലാണോ ഈ തെരഞ്ഞെടുപ്പ് രണ്ട് മുന്നണികളും ഇതിനെ അങ്ങ് വിട്ടുകളയുന്നത്? അതുകൊണ്ടാണോ? ഇന്നത്തെ ഈ ഒരു വാഹന പരിശോധന അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായതൊരു അപക്വമായ നീക്കമാണ് എന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. കാരണം നേതാക്കളോടൊക്കെ നമ്മൾ സ്വകാര്യമായി സംസാരിക്കുമ്പോഴും പല രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംസാരത്തിന്റെ രീതിയൊക്കെ പുറത്തു വന്നപ്പോൾ അതൊക്കെ വളരെ മോശമായിട്ട് UDF-നെ ബാധിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഒരു എടുത്തിയാട്ടത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായ തരത്തിലുള്ള ഒരു പ്രതികരണമായിട്ടാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടം പ്രവർത്തിച്ച രീതി, അദ്ദേഹത്തിന്റെ സംസാര ശൈലി, അതിനൊക്കെ കോൺഗ്രസിനുള്ളിൽ തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചാൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്ന അല്ലെങ്കിൽ മോശമാക്കുന്ന തരത്തിലൊരു നിലപാട് സ്വീകരിച്ചാൽ അത് ദോഷം ചെയ്യുന്നതാണ് ഇവിടെ നിശബ്ദമായിട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും UDF-ന്റെ ഈ ഒരു നിശബ്ദത തന്നെ ഇതിൽ പൂർണ്ണമായിട്ടും ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ UDF ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ്. നേരത്തെ നിങ്ങൾ രേണുക പറഞ്ഞ പോലെ സണ്ണി യൂസഫ് ഇതിൽ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ഈ കാര്യം ഒരു അദ്ദേഹത്തിന്റെ നിലപാടായിട്ട് പാർട്ടിയുടെ നിലപാട് ഇതാണെന്ന് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു എന്നല്ലാതെ അതിൽ കൂടുതൽ ആക്ഷേപങ്ങളിലേക്ക് പോവുകയോ വിമർശനങ്ങൾ ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. ഇടതുപക്ഷമാണെങ്കിലും വിജയരാഘവന്റെ പ്രസ്താവനയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം. കുട്ടികൾ അപക്വമായി പെരുമാറുന്ന തരത്തിൽ അദ്ദേഹം അതിനെ ചെറുതാക്കി കണ്ട് അങ്ങ് അവസാനിപ്പിക്കുന്ന തരത്തിലേക്കാണ് പോയത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിലാണെങ്കിലും ഈ വിഷയങ്ങളൊന്നും തന്നെ വരികയും ചെയ്തില്ല. സാധാരണഗതിയിൽ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷം ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന, ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമാണെങ്കിൽ മുഖ്യമന്ത്രി ഇന്നത് വിശദമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ പരാമർശിക്കുകയും ചെയ്യും. അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഈ വിവാദം, വാഹന പരിശോധനാ വിവാദം കൂടുതൽ തലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഇരു മുന്നണികളും അത് പതിയെ നിശബ്ദമായി അവസാനിപ്പിക്കുന്നതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. അനാവശ്യ വിവാദം എന്ന് കണ്ട് രണ്ടു കൂട്ടരും കൈവിടുകയാണ്. UDF-ന്റെ നേതൃത്വം പൂർണ്ണമായും ഈ സംഭവത്തിൽ MP-ക്കോ MLA-ക്കോ പിന്നിലില്ല എന്നുകൂടി തോന്നിപ്പിക്കുന്ന വിധമായിരുന്നു ഇന്ന് നേതാക്കളുടെ പെരുമാറ്റവും കാര്യങ്ങളും. എന്തായാലും ആ വലിയ ഒരു ബോംബായി കൊണ്ടുവന്ന പെട്ടി വിവാദം ഒരു ഓലപ്പടക്കമായി മാറുന്നതാണ് ഇന്ന് നിലമ്പൂർ കണ്ടത്. ഇനി 4 ദിവസം മാത്രം പ്രചരണം. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് UDF-ന്റെ ജമാഅത്തെ ബന്ധമാണ്, അതിനെ തുറന്നു കാട്ടാനുള്ള നീക്കമാണ്. അതിലൂന്നി തന്നെയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത്. VD സതീശൻ ഇന്ന് സംസാരിച്ചത് മുഖ്യമന്ത്രിക്കുള്ള അതിന്റെ മറുപടി മാത്രമാണ്. നമുക്ക് തിരിച്ചെത്താം അതിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ഇത്തരം ആദ്യാനുഭവങ്ങളിൽ എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് ഓൾട്ടോ K10. മുഖ്യമന്ത്രിയുടെ രണ്ടാം ഘട്ട പ്രചരണത്തിന്റെ 2ാം ദിവസമായിരുന്നു. ഇന്നും മുഖ്യമന്ത്രി 2 യോഗങ്ങളിലാണ് പങ്കെടുത്തത്. പ്രവർത്തകരുടെ ആവേശം നമുക്ക് ആ യോഗങ്ങളിൽ കാണാമായിരുന്നു. വലിയ ആവേശമാണ് മുഖ്യമന്ത്രി എത്തുന്ന യോഗങ്ങളിലുള്ളത്. മുഖ്യമന്ത്രി തന്നെയാണ് LDF-ന്റെ സ്റ്റാർ ക്യാമ്പയിനർ. അതുകൊണ്ട് തന്നെ സ്റ്റാർ ക്യാമ്പയിനർ എത്തുന്ന യോഗങ്ങളിലേക്ക് പാർട്ടി അണികളും പ്രവർത്തകരും ഒക്കെ ഇരച്ചെത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ആ നിലയ്ക്ക് വലിയ ആവേശം സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രിക്ക് ആകുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്നും ഊന്നിയത് UDF-ന്റെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം തുറന്നു
തുറന്നു കാട്ടുക എന്നതായിരുന്നു. നാടൊറ്റപ്പെടുത്തിയവരെ 4 വോട്ടിന് വേണ്ടി UDF കൂടെ കൂട്ടുന്നു എന്ന കാര്യമാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് യോഗങ്ങളിൽ പറയുന്നത്. അതിന് ഊന്നൽ കൊടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നും മുഖ്യമന്ത്രി സംസാരിച്ചത്. അവർ രാജ്യത്ത് എന്താണ് ചെയ്തത് എന്ന് ഓർക്കണം എന്നത് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നു. 4 വോട്ടിന് വേണ്ടി LDF ആരുടെയും പുറകെ പോകില്ല എന്നതുകൂടി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ആ ബൈറ്റ് കണ്ടതിന് ശേഷം ഞാൻ തിരിച്ചെത്താം. മറ്റ് 2 വിഷയങ്ങൾ കൂടി മുഖ്യമന്ത്രി ഊന്നൽ നൽകി എന്ന് സംസാരിച്ചു. ആദ്യം ജമാഅത്തേക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളിലേക്ക്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നുകൊണ്ടല്ല, UDFന് തൽക്കാല ആവശ്യം 4 വോട്ടെങ്കിലും കൂടുതൽ കിട്ടുമെന്ന് നോക്കലാണ്. അത്രമാത്രം പാപ്പരായ അവസ്ഥയിൽ അവർ നിൽക്കുന്നു. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എല്ലാ വോട്ടും പവിത്രമാണ്. അത് എങ്ങനെയും സമ്പാദിക്കാം. അവിടെ ആരോടും അകൽച്ച വേണ്ടതില്ല. വിഘടനവാദികളായാലും കടുത്ത വർഗീയ ശക്തികളായാലും അവരുടെ എല്ലാം വോട്ട് നൽകാനും പോരട്ടെ. അതിനുതകുന്ന സമീപനം മുഖ്യമന്ത്രി ജമാഅത്തെ വിമർശിച്ചതിനു ശേഷം പറയുന്ന 4 വോട്ടിന് വേണ്ടി തങ്ങൾ ആരുടെയും പുറകെ പോകില്ല എന്ന, ഇത്തരക്കാരുടെ പുറകെ പോകില്ല എന്നത് ആവർത്തിക്കുന്നു. പെൻഷനെ എതിർത്തത് പ്രധാനമായും കെ കരുണാകരൻ അവരിൽ ഒരാളായിരുന്നു എന്ന് പറയുന്നു. കോൺഗ്രസ് എല്ലായ്പ്പോഴും പാവപ്പെട്ടവർക്കെതിരായിരുന്നു എന്നുകൂടി പറഞ്ഞ് പെൻഷൻ വിഷയത്തിലേക്ക് കൂടി, പെൻഷൻ ഇത്രയുമാക്കിയത് തങ്ങളാണ് എന്നൊരു അവകാശവാദത്തിലേക്ക് കൂടി മുഖ്യമന്ത്രി ഇന്ന് കടന്നു. ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ തെളിവയാർന്ന നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു വിഘടന ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ ഞങ്ങൾക്ക് ആവശ്യമില്ല. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന ഒരു മുന്നണിയല്ല LDF എന്നതാണ് ഞങ്ങൾക്കതിൽ വ്യക്തമാക്കാനുള്ള കാര്യം. 1980-ലാണ് 60 വയസ്സ് കഴിഞ്ഞ അൻവറിന്റെ കാര്യത്തിൽ ഒരു കുറ്റസമ്മതം കൂടി അൻവറിന്റെ പേര് പറയാതെ മുഖ്യമന്ത്രി നടത്തുന്നുണ്ട്. തങ്ങൾ ഇവിടെ കൊണ്ടു നടന്നത് ഒരു വഞ്ചകനെ ആയിരുന്നു എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പറഞ്ഞത്. വഞ്ചന എന്നത് ജനങ്ങൾ ഒരു കാലത്തും വെച്ചു പൊറപ്പിക്കില്ല, അതിന് മറുപടി കൊടുക്കും എന്നുകൂടി അൻവറിന്റെ പേര് പറയാതെ മുഖ്യമന്ത്രി പറഞ്ഞു. ചരിത്രം ഒരു കാലത്തും അതിന് ഓഡിയോയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ചരിത്രം ഒരു കാലത്തും വഞ്ചന പൊറുപ്പിക്കുകയോ മാപ്പ് നൽകുകയോ ചെയ്തിട്ടില്ല എന്നതാണ് അൻവറിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. എന്തായാലും പിണറായി സത്തിനെതിരെ ഉള്ള അൻവറിന്റെ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയായിരിക്കണം അങ്ങനെ ഒരു കൃത്യമായ മറുപടിയിലേക്ക് മുഖ്യമന്ത്രി പോയത്. വി അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഇന്നത്തെയും ഊന്നൽ ജമാഅത്തെ തന്നെ, അത് MV ഗോവിന്ദൻ കണ്ടപ്പോഴും ജമാഅത്തെ ആയിരുന്നു. പക്ഷേ MV ഗോവിന്ദൻ പറഞ്ഞതിൽ ഒരു വസ്തുതാ പിശകുണ്ട് എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി അതിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പഹൽഗാം വിഷയത്തിൽ ജമാഅത്തെ ഒന്നും പ്രതികരിച്ചില്ല എന്നതായിരുന്നു. എന്തായാലും LDF ജമാഅത്തെ വിഷയം വിടുന്നില്ല എന്ന് തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെയും വാക്കുകൾ സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം വിടാൻ ഇടതുമുന്നണി CPM ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അതുതന്നെയാണ് ഇവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയമെന്ന് അവർ കരുതുന്നു. അതിൽ ലീഗിന്റെ നിലപാട് നേരത്തെ ഇന്നലെ പറഞ്ഞ അതേ കാര്യം മുഖ്യമന്ത്രി ആവർത്തിച്ചു. ലീഗ് എന്തുകൊണ്ട് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികൾ നേരത്തെയുള്ള തങ്ങൾമാർ പങ്കെടുത്തില്ല, ഇപ്പോൾ എന്തുകൊണ്ട് പങ്കെടുക്കുന്നു? അതാണ് ലീഗിന്റെ അറിവോടുകൂടി UDF കോൺഗ്രസ് ഈ ബന്ധത്തിലേക്ക് പോവുകയായിരുന്നു എന്ന് തന്നെ മുഖ്യമന്ത്രി പറയുന്നു. കശ്മീരിൽ CPM നേതാവ് തരികായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർ 2 പേരായിരുന്നു. ഒന്ന് BJPയും ഒന്ന് ജമാഅത്തെ ഇസ്ലാമി. 2 പേരും ഒരുപോലെയാണ്, രണ്ട് കൂട്ടരും ഒരുപോലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി വിഷയം ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ശക്തമായി തന്നെ ഉയർത്തിയത്.
എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തന്നെ ഊന്നി ഇന്ന് സംസാരിച്ച കാര്യമാണ് അരുൺ സൂചിപ്പിച്ചത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് മറുപടിയുണ്ട് വി ഡി സതീശന്റെ ഭാഗത്തുനിന്നും. പലസ്തീൻ എന്ന് പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. അതിനുശേഷം ഇപ്പോഴാണ് പിന്നീട് പലസ്തീൻ എന്ന വാക്ക് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരുന്നതെന്ന് പറയുന്നു. കമഴ്ന്ന് വീണാൽ കാൽപ്പണവുമായി പോകുന്ന കള്ളന്മാരുടെ സർക്കാരാണ് ഇത് എന്നും വി ഡി സതീശൻ ഇന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യരുത്. അതിനുവേണ്ടി മുഖ്യമന്ത്രി ഇന്നലെ വന്നപ്പോ പലസ്തീൻ ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം ഇസ്രായേൽ ഇറാനിൽ ആക്രമിച്ചാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലസ്തീൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇന്നവരെ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിലമ്പൂര് വന്നിട്ടാണ് പാലസ്തീൻ എന്ന് പറഞ്ഞത്. നിലമ്പൂര് സ്പെഷ്യലാണ്. പാലസ്തീൻ പോക്കറ്റിൽ നിന്ന് എടുക്കുക. പാലസ്തീൻ എന്താണ്? ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ ദുഷ്ചെയ്തികൾ മുഴുവൻ ഇവിടെ ചർച്ചയാകരുത്. അപ്പോ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ അല്ല ആർക്കെങ്കിലും വേറെ വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? കേരളത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടല്ലേ? ആ യുദ്ധവും ആ ആക്രമണത്തെ എല്ലാവരും തള്ളി പറഞ്ഞല്ലേ? പക്ഷെ ഇവിടെ ചർച്ചയാക്കണം. എന്താണ്? ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ ചർച്ച. എന്തായാലും നിലമ്പൂരിൽ നാളെ വലിയൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. നാളെ UDF ക്യാമ്പിന് ആവേശമായി പ്രിയങ്ക ഗാന്ധി എത്തുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം CM ഇവിടെ തുടരുന്നുണ്ട്. ഇടതുപക്ഷത്തിനു വേണ്ടി CM നാളെയും യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. മന്ത്രിമാരുടെ വലിയൊരു സംഘം തുടരുന്നുണ്ട്. അപ്പോൾ പ്രചാരണം ഉച്ചസ്ഥായിയിൽ തന്നെയാണ്. മഴ ഇന്നത്തെ പോലെയോ അല്ലെങ്കിൽ ഇതിലും കൂടുതലായോ ചതിക്കുമോ എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. അൻവറിനെ സംബന്ധിച്ച് നാളെ പ്രതീക്ഷയുടെ ദിവസമാണ്. കൂടുതൽ ഫണ്ട് എവിടുന്ന് എത്തിയിട്ടുണ്ടെന്ന് ഇന്ന് അൻവർ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല യൂസഫ് പഠാൻ നാളെ അൻവറിനായി മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തും. അപ്പോൾ നാളെ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളിലേക്ക് എന്തായാലും മണ്ഡലം നീങ്ങുകയാണ്. നിലമ്പൂർ അംഗം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നാളെ കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി കാണാം. നമസ്കാരം.